സാമൂഹികമായ ഇടപെടലുകൾ ഉണ്ടാവുമ്പോഴും സ്റ്റേജിൻ്റെ മുകളിൽ കയറുമ്പോഴുണ്ടാവുന്ന പ്രയാസങ്ങൾ നെഞ്ചിടിപ്പ് കൂടാറുണ്ടോ? ശരീരമാകെ വിയർക്കുന്ന രീതിയിൽ തോന്നാറുണ്ടോ? സംസാരിക്കുക, ഇൻട്രാക്ട് ചെയ്യുക, ഒരു ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഈ ചെറിയ പടികൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകും, ഒരു ലേണിംഗ് റെഗുലേഷൻ. നമുക്ക് സോഷ്യൽ ആങ്സൈറ്റിയെ പറ്റി സംസാരിക്കാം. സാമൂഹികമായ ഇടപെടലുകൾ ഉണ്ടാവുമ്പോഴും ആളുകൾ കൂടുന്ന സ്ഥലത്തുമൊക്കെ നിങ്ങൾക്ക് അസാധാരണമായ ഭയം ഉണ്ടാകാറുണ്ടോ? നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടാറുണ്ടോ? നിങ്ങളുടെ ശരീരമാകെ വിയർക്കുന്ന രീതിയിൽ തോന്നാറുണ്ടോ? തല കറങ്ങുന്ന പോലെ തോന്നാറുണ്ടോ? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ആളുകൾ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. ഇവർക്ക് ശബ്ദം ഇടറലുകൾ, അതുപോലെ എന്താണ് പറയാനറിയാതെ കുഴങ്ങുന്ന അവസ്ഥ, സ്റ്റേജിൻ്റെ മുകളിൽ കയറുമ്പോഴുണ്ടാവുന്ന പ്രയാസങ്ങൾ, ഇങ്ങനെയൊക്കെ ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ഇടയിലുള്ള ആളുകളിൽ പങ്കുവെക്കാറുണ്ട്. ഇതിന് നമുക്ക് സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയാം. ഇത് നമുക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ഇടയിൽ പല ആളുകൾക്കും ഈ പ്രശ്നങ്ങളുണ്ട്. അത് പുറമേ പറയാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ ലോകത്തിൽ ഇതൊക്കെ സാധാരണ സംഭവമാണെന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവാനുള്ള മാർഗങ്ങളിലേക്ക് നമുക്ക് ചിന്തിക്കാം. ഇത് ന്യൂറോ ബയോളജിക്കൽ കാരണങ്ങൾ തന്നെ പറയാം. ഇത് സോഷ്യൽ ആങ്സൈറ്റി ഒരു സ്വഭാവദോഷ്യമല്ല, പകരം അത് നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ചില വ്യതിയാനങ്ങൾ മൂലമുണ്ടാവുന്ന, മനസ്സിലുണ്ടാവുന്ന സംഘർഷങ്ങളാണ് എന്ന് പറയാം. ഇതുമൂലമുണ്ടാവുന്ന ചിന്തകൾ മൂലമുണ്ടാവുന്ന സ്ട്രെസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ബ്രെയിനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ബ്രെയിനിലെ ഭാഗമായ അമിഗ്ദല പുറപ്പെടുവിക്കുന്ന ഈ അപായ സിഗ്നൽ യഥാർത്ഥത്തിൽ ഒരു ഭീഷണി അല്ലെങ്കിലും ഒരു ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് എന്ന മോഡിലേക്ക് നമ്മൾ സാധാരണ രീതിയിൽ മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരാളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പതറുന്നതും, നമ്മൾക്ക് സംസാരിക്കാൻ വിങ്ങലുണ്ടാവുന്നതും, ഹൃദയതാളങ്ങൾ, വെടിപ്പുകളൊക്കെ അനുഭവപ്പെടുന്നതുമൊക്കെ. അതായത് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ബ്രെയിന് ശ്രമിക്കുമ്പോഴാണ് ഈ പ്രയാസം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് യഥാർത്ഥ തരത്തിലുള്ള ഒരു ഭീഷണിയല്ല. ഇതിന് സൈക്കോ സോഷ്യൽ കാരണങ്ങൾ വിവിധങ്ങളാണ്. ചെറിയ കുട്ടിക്കാലത്തുണ്ടാവുന്ന തിക്താനുഭവങ്ങളെ നമ്മളെ സംബന്ധിച്ചോളം കഠിനമായ പാരൻറ്റിങ്, ശാസന മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ, നമ്മളെപ്പോഴും തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടി മറ്റുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മനസ്സിലേക്കൊരു പീപ്പിൾ ആർ അൺസേഫ്, എൻ്റെ മിസ്റ്റേക്സുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുമെന്നുള്ള ഒരു ബോധം അറിയാതെയോ അറിയാതെയോ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ എൻ്റെ തെറ്റുകൾ മറ്റുള്ളവർ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ആശങ്ക മൂലമാണ് നമുക്ക് ഈ ഒരു പ്രയാസം ഉണ്ടാവുന്നത്. ഇതിങ്ങനെ കാലക്രമേണ കൂടി വരികയും മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകാൻ നമ്മളെ വിമുഖത കാണിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നതാണ്. ഇത് പിന്നീട് ഒരു കോർ ബിലീഫായിട്ട് മാറ്റപ്പെടുന്നതാണ്. നമ്മുടെ സോഷ്യൽ കമ്പാരിസൺ ഒരു വലിയ കാര്യമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും ഒക്കെ കാണുന്ന ഈ സമയത്ത് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അഭിരമിക്കുമ്പോൾ നമ്മുടെ സംബന്ധിച്ചിടത്തോളം മനസ്സിലുണ്ടാകുന്ന ഒരു കമ്പാരിസൺ ഉണ്ടാവും. ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി പോകുന്നു എന്നുള്ളൊരു കമ്പാരിസനാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫിൽറ്റേർഡ് വേർഷനാണ് മാത്രം കാണുന്നത്. അതിനപ്പുറത്തുള്ള അവരുടെ ഇൻസെക്യൂരിറ്റീസും മറ്റു കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല. പക്ഷേ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ഞാൻ മാത്രം മോശമാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ധാരാളം കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ വരുമ്പോൾ സോഷ്യൽ ആങ്സൈറ്റി മാറ്റിയെടുക്കാനുള്ള ഫലപ്രദമായ ഒരുപാട് ഇടപെടലുകളുണ്ട്. ഗ്രാജുവൽ സോഷ്യൽ എക്സ്പോഷർ എന്നുള്ള രീതിയിലുള്ള പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുക. നമുക്ക് അങ്ങനെ അകന്നു നിൽക്കാതെ ഏതെങ്കിലും ഒരു നമുക്ക് വ്യക്തിയുമായിട്ട് സംസാരിക്കുക, ഇൻട്രാക്ട് ചെയ്യുക. പിന്നെ പടിപടിയായിട്ട് ഗ്രാജുവലായിട്ടുള്ള എക്സ്പോഷറാണ്. പിന്നീട് പടിപടിയായിട്ട് നമ്മളെ ഒരു ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഗ്രൂപ്പുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസം കൂടുന്നതാണ്. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി വലിയ ഗ്രൂപ്പുകളുമായിട്ട് സംസാരിക്കുക, അങ്ങനെ ആളുകളുമായിട്ട് ഇടപഴകുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഗ്രാജുവൽ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ മാറി നിൽക്കുന്നതിന് പകരം എക്സ്പോഷറാണ് ഇവിടെ ആവശ്യമെന്നും തിരിച്ചറിയുക. ഈ ചെറിയ പടികൾ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകും, ഒരു ലേണിംഗ്. നമ്മൾ ലേൺ ചെയ്ത് അൺലേൺ ചെയ്യുകയും അങ്ങനെ പടിപടിയായിട്ട് നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നതാണ്. സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവരുടെ ഇടയിൽ അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക് തോട്ട്സ് ധാരാളം വരാറുണ്ട്. എന്നെ എല്ലാവരും ജഡ്ജ് ചെയ്യും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. നമ്മളെ മുന്നിലിരിക്കുന്ന ആളുകളുടെ അവരെന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റണം. അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തന്നെ ധാരാളം സമയമില്ല എന്ന രീതിയിലേക്ക് ചിന്ത മാറ്റുമ്പോൾ ആ ഒരു ചെറിയ മാറ്റം പോലും നമ്മുടെ മനസ്സിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ബ്രീത്തിങ് റെഗുലേഷൻ ഒരു നല്ല കാര്യമാണ്. അതായത് 4 സെക്കൻഡിൽ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും 4 സെക്കൻഡ് ശ്വാസം ഉള്ളിൽ പിടിച്ചു നിൽക്കുകയും 6 സെക്കൻഡിൽ മെല്ലെ
പുറത്തേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനൊരു കാം ഡൗൺ ആവും. ഈ സമയത്ത് നമ്മൾ ഭയം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഒരു ചിന്താമാറ്റത്തിന് കാരണമാകും. ഇത് നമ്മളെ അമിഗ്ഡലയിൽ ഉണ്ടാകുന്ന ഓവർ ആക്ടിങ് കുറയ്ക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സോഷ്യൽ ആങ്സൈറ്റിയെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാതെ അതിനെ നേരിട്ടുകൊണ്ട് നമ്മളതിനെ മറികടക്കാനുള്ള വിദ്യകൾ ആലോചിച്ചുകൊണ്ട് പടിപടിയായി എക്സ്പോഷർ തെറാപ്പിയിലൂടെയൊക്കെ നമുക്കത് മാറ്റിയെടുക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള സോഷ്യൽ ആങ്സൈറ്റി ഒരു പ്രശ്നമേ ആവില്ല. കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.